ഇപ്പൊ തന്നെ നമ്മുടെ വയനാട്ടിലെ ദുരന്തം, ഈ വയനാട്ടിലെ ദുരന്തം വെച്ച് ഒരുപാട് ആൾക്കാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ അറിയുന്നില്ല. നിങ്ങളെ പല ആൾക്കാരും വിഡ്ഢികളാക്കിയിട്ടുണ്ട്, നിങ്ങളത് അറിയുന്നില്ല. പക്ഷെ ഒരു ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ നമുക്കത് അറിയാൻ പറ്റും. കാരണം നമ്മുടെ ജോലി ഇപ്പൊ 4-5 വർഷമായിട്ട് ഞാനൊരു സോഷ്യൽ മീഡിയയിലുണ്ട്. അപ്പൊ സോഷ്യൽ മീഡിയയിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളത് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും. പക്ഷെ ഒരു പ്രേക്ഷകർ എന്ന നിലയിൽ നിങ്ങൾ മൊബൈൽ എടുത്ത് നിങ്ങൾ ആൾക്കാരിടുന്ന വീഡിയോസ് കാണുന്നു, അല്ലെങ്കിൽ ആൾക്കാർ ചെയ്യുന്ന ഒരു പ്രവൃത്തികൾ കാണുന്നു എന്നല്ലാതെ അതിന് പിന്നിലുള്ള ഒരു സീക്രട്ട് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അതാണ് നാട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ എല്ലാവരും ഇപ്പം സിനിമാ നടന്മാരുടെ ആണെങ്കിലും അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സിന്റെ ആണെങ്കിലും സോഷ്യൽ മീഡിയയിലെ മറ്റു ആൾക്കാരുടെ ആണെങ്കിലും അവരുടെയൊക്കെ കമന്റ് ബോക്സ് ചോദിക്കും നിങ്ങൾ എന്ത് ചെയ്തു. ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒരു പക്ഷേ ചിലപ്പോൾ പലർക്കും ഇഷ്ടപ്പെട്ടില്ല എന്നും വരാം. ചില ആളുകൾ ഇതിനെ അനുകൂലിക്കാനും സാധ്യതയുണ്ട്, ചില ആളുകൾ ഇതിനെ പ്രതികൂലിക്കാനും സാധ്യതയുണ്ട്. എന്താണ് എന്ന് വെച്ചാൽ ഈ വയനാട്ടിലൊക്കെ ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആളുകൾ. പക്ഷേ ചില ആളുകൾ ഇത് ഒരു PR വർക്കായിട്ട് അവരുടെ അടുത്ത ഘട്ടത്തിൽ ആളുകളുടെ മുന്നിൽ ഇതൊരു വലിയൊരു സംഭവമായിട്ട് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടും അതല്ലെങ്കിൽ 4 ആളടി പ്രശസ്തിക്ക് വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഉണ്ട്. പക്ഷേ അതും ഒരു വീഡിയോയുടെ മുന്നിൽ വന്നിട്ട് പ്രസൻറ്റ് ചെയ്തിട്ട് അത് ഭയങ്കര ക്രിയേറ്റീവായിട്ട് വീഡിയോ ചെയ്തിട്ട് അവിടെ പോയിട്ട് അവിടെ ജനങ്ങളിലൂടെ ഇതൊരു വലിയ PR വർക്കായിട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളെ നമ്മൾ കാണുന്നുണ്ട്. ഒരുപാട് എന്ന് പറയാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അങ്ങനെ കുറച്ച് ആളുകളുണ്ട് നിലവിൽ. ചില ആളുകൾക്കത് മനസ്സിലാവുന്നുണ്ടാവും, ചില ആളുകൾക്കത് മനസ്സിലാവുന്നുണ്ടാവില്ല. പക്ഷേ നമ്മളിവിടെയൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം അറിയോ, പല ഇടങ്ങളിലും ചില മനുഷ്യരൊക്കെ ഇങ്ങനെയാണ്. അതായത് പലപ്പോഴും ചില വ്യക്തികളുടെ പെയിന് വിറ്റുകൊണ്ട് അവർ ജീവിക്കുക എന്നും ഇത് നമുക്ക് പറയാൻ പറ്റും. ആ കണ്ണീര് ഇപ്പം പ്രത്യേകിച്ച് നമ്മൾ പ്രധാനമായിട്ടുള്ള മീഡിയാസുകൾ തന്നെ കുറേ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് അവരിങ്ങനെ ഒരു കണ്ടൻറ് എടുക്കും, ആ കുട്ടിയുടെ മിസ്സായ അവസ്ഥ ഇതായിരുന്നു എന്നും അതൊരു വലിയ പെയിനാക്കിയിട്ട് ജനങ്ങളെ മുന്നിൽ അത് കാണിച്ചിട്ട് അത് ഒരു എന്താ പറയുക അതൊരു വരുമാന മാർഗമാക്കി മാറ്റുക. പക്ഷേ എല്ലാവരും കണ്ടൻറ്റൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് അവിടെ പോയിട്ട് റിയലിസ്റ്റിക് ആയിട്ട് ആ മനുഷ്യനോട് മാക്സിമം ആക്ട് ചെയ്യാനൊക്കെ പറഞ്ഞുകൊണ്ട് ചെയ്യിപ്പിക്കുന്ന സാഹചര്യങ്ങൾ ഞാൻ ചില ഇടങ്ങളിൽ എനിക്ക് അനുഭവത്തിൻ്റെ വശത്തിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പോൾ അതേ സംബന്ധിച്ച് നമ്മളെ മല്ലു ട്രാവലർ എന്ന് പറയുന്ന ഒരു യൂട്യൂബർ നിങ്ങൾക്കറിയാമായിരിക്കും, ലോകം സഞ്ചരിച്ച ഒരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹം ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ അവരുടെ അനുഭവത്തിൽ നിന്ന് തന്നെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് നമ്മൾ കേൾക്കാം. ഞാനിവിടെ മുന്നേ റീഡ് ചെയ്തതും അതിൻ്റെ കുറച്ച് ഭാഗം തന്നെ. എന്താ ചെയ്യാത്തത്? ഇന്ന ആൾക്കാർ ഇന്ന കാര്യങ്ങൾ ചെയ്തല്ലോ, ഇന്ന ആൾക്കാർ ഇന്ന കാര്യങ്ങൾ ചെയ്തല്ലോ, നിങ്ങൾ എന്താണ് ചെയ്യാത്തത്? ഇത് കോമൺ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. കാരണം ജനങ്ങൾക്ക് അറിയുന്നില്ല സത്യം എന്താണ് നടക്കുന്നത്. ഇപ്പം പറയാമെന്ന് വേറൊന്നുമില്ല, ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ അത് വെച്ചിട്ട് PR എടുക്കുന്ന ഒരുപാട് ആൾക്കാർ നമുക്കിടയിലുണ്ട്. ഇപ്പോൾ വയനാട്ടിലെ ദുരന്തം തന്നെ ഉദാഹരണമായിട്ട് പറയാം. കാരണം വയനാട്ടിൽ എനിക്ക് നല്ല രീതിയിൽ PR വർക്ക് പോയിട്ടുണ്ട്. ദുരന്തം വെച്ച് PR എന്ന് വെച്ചാൽ പരസ്യം എടുക്കുക, ഞാൻ എന്നുള്ള വ്യക്തിയെ പൊക്കി കാണിക്കുക, അല്ലെങ്കിൽ എൻ്റെ സ്ഥാപനത്തിനെ പൊക്കി കാണിക്കുക. ഇതാണ് PR കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ ഒരുപാട് ഏജൻസികൾ നമുക്ക് കേരളത്തിൽ അവൈലബിൾ ആണ്. അപ്പോൾ എങ്ങനെയാണ് ഈ PR വർക്കാന്ന് വെച്ചാൽ, ഇപ്പം ഒരു ദുരന്തം വരുമ്പോൾ അവിടെ സഹായങ്ങൾ ഓഫർ ചെയ്തിട്ട് പോവാം. അപ്പോൾ വയനാട്ടിൽ നമ്മുടെ ദുരന്തം നടന്ന സ്ഥലത്തേക്ക് ഒരുപാട് സാധനങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ പോയിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിൽ തന്നെ എനിക്ക് തോന്നുന്നൊരു 80% അല്ലെങ്കിൽ 90% ആൾക്കാർ വീഡിയോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അവർ നാട്ടുകാരോടൊക്കെ പറഞ്ഞ് എല്ലാ സാധനങ്ങളൊക്കെ വാരിയെടുത്ത് പിന്നെ വസ്ത്രങ്ങളും അതും ഇതും ഇതൊക്കെ എടുത്തിട്ട് അവരവിടെ വേഗം ദുരന്ത സ്ഥലത്തേക്ക് പോവുക. അല്ലെങ്കിൽ ഓഫ് റോഡ് വണ്ടികൾ ആൾക്കാരൊക്കെ ആണെങ്കിൽ ഓഫ് റോഡ് വണ്ടികളൊക്കെ എടുത്തിട്ട് ഒരു വീഡിയോ പോലും ചെയ്യാതെ ഓഫ് റോഡ് വണ്ടികളും കാര്യങ്ങളും ഇപ്പം പല ആൾക്കാരും അവരുടെ വണ്ടികൾ അവിടെ ഇട്ടിട്ട് വരുത്താം. JCB ആണെങ്കിൽ ഫോർച്യൂണർ അതൊക്കെ അവിടെ ഇട്ട് വരുത്താം. അപ്പോൾ യാതൊരു ലാഭവും എക്സ്പെക്ട് ചെയ്യാതെ ജനങ്ങളെ സഹായിക്കണം, അല്ലെങ്കിൽ മലയാളികളാണ്, നമ്മുടെ നാടാണ്, നമ്മളെ സഹായിക്കണം എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോട് കൂടിയിട്ട് വണ്ടിയിൽ മുഴുവൻ സാധനങ്ങൾ ഇട്ടിട്ടും ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് ആൾക്കാരുണ്ട്. ബാക്കി ഒരു 20% ആൾക്കാർ വീഡിയോ ചെയ്ത ആൾക്കാരാണ്. ഈ വീഡിയോ ചെയ്യുന്ന 20% ആൾക്കാരിൽ 19% ആൾക്കാരും ജെനുവിനാണ്. കാരണം അവർ വീഡിയോ ചെയ്യുന്നത് എന്താ വെച്ചാൽ ജനങ്ങളെ അറിയിക്കാൻ ഇങ്ങനെ സംഭവം ഇവിടെ നടക്കുന്നുണ്ട്, ഇന്ന കാര്യം ഇവിടെ നടക്കുന്നുണ്ട്, നിങ്ങളത് അറിയണം, ദുരന്ത ഭൂമി എന്താണെന്ന് നിങ്ങൾ അറിയണം. അങ്ങനെ അവർ വീഡിയോ ചെയ്യുന്നതുകൊണ്ടാണ് ശരിക്കും നമ്മളത് കാണുന്നത് അല്ലേ, നമ്മളത് അറിയുന്നത്. അങ്ങനെയുള്ള ആൾക്കാർ വീഡിയോ ചെയ്യുന്നുണ്ടോ, അവരും ജെനുവിനാണ്. ബാക്കി 1% ആൾക്കാരുണ്ട്. ഇവരെന്താ ചെയ്യാന്നറിയോ, ഇവർ ഒരു ചാക്ക് അരി എടുത്തിട്ട് വണ്ടിയിലിടും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം എടുത്ത് വണ്ടിയിലിട്ടിട്ട് ഇവർ
വയനാട്ടിലെ ദുരന്ത ഭൂമിയിലേക്ക് നമ്മൾ അങ്ങനെ സഹായിക്കാൻ പോവുകയാണ്, നമ്മൾ ഇങ്ങനെ സഹായിക്കാൻ പോവുകയാണ്. ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര ഒരു സാഡ് മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് പിന്നെ ഭയങ്കര പൊളിച്ചടക്കി നല്ല ഹൈ ക്വാളിറ്റി എഡിറ്റ് ചെയ്താൽ കയറി കൊടുക്കും. ഓക്കെ, നമ്മൾ എല്ലാവരെയും ഒന്നും ഈ ഗണത്തിൽ പെടുത്താൻ പറ്റില്ല. മല്ലു ട്രാവലർ പറഞ്ഞ മാതിരി തന്നെ ആണെങ്കിലും നമുക്ക് എല്ലാവരെയും ഈ ഗണത്തിൽ പെടുത്താൻ പറ്റില്ല. ഒരുപാട് നല്ല മനുഷ്യരുണ്ട്. നമ്മളെ മല്ലു പറഞ്ഞ പോലെ തന്നെ ഒരുപാട് നല്ല മനുഷ്യരുണ്ട്. കാരണം അവരൊന്നും ക്യാമറയോ ഫ്രെയിമിൻ്റെ ഒക്കെ ഒന്നും മുന്നിൽ വരാതെ അല്ലെങ്കിൽ ക്യാമറയോ ഫ്രെയിമിലൊന്നും കാണിക്കാതെ ഇതിനെക്കുറിച്ച് ജനങ്ങൾക്ക് മുമ്പിൽ തുറന്ന് കാണിക്കുന്ന അവരെ സാഹചര്യങ്ങൾ അവസ്ഥകളൊക്കെ കാണിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അതും പച്ചയായി ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മൾ ഒരു പച്ചയായിട്ടൊരു കാര്യം രംഗത്തിലൂടെ ജനങ്ങളെ മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ശരിക്കും ചെയ്യേണ്ടത്. പിന്നെ ചില ആളുകളൊക്കെ കണ്ടൻറ് ക്രിയേഷൻ്റെ ഭാഗമായിട്ട് കുറച്ച് BGM ഒക്കെ ഇടും. ഒരു പക്ഷേ അത് ആളുകളിലേക്ക് അത്ര ആഴ്ന്നിറങ്ങി എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പക്ഷേ അവിടെയൊക്കെ ഡയറക്റ്റായിട്ട് ഇത്തരം ഒരുപാട് പറയുകയാണെങ്കിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിയുടെ വല്യുമ്മയും ആ കുട്ടി മാത്രം ബാക്കിയുണ്ടായത്. അതേപോലെ പിന്നെ ആ കുട്ടിയുടെ ബാക്കിയുള്ള അവരൊക്കെ മരിച്ചുപോയി. പക്ഷേ ആ കുട്ടിയുമായിട്ട് അനുഭവം, ഞാൻ ആ കുട്ടിയുടെ പേരൊന്നും പറയുന്നില്ല, അനുഭവം പങ്കുവെച്ചുകൊണ്ട് ഭയങ്കര BGM ഒക്കെ ഇട്ടുകൊണ്ട് ഒരുപാട് ഇത്തരത്തിൽ ധാരാളം. സത്യം പറഞ്ഞാൽ ഇപ്പം ദിവസവും ഓരോരോ സ്റ്റോറികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതും വളരെ ക്രിയേറ്റീവ് ആയിക്കൊണ്ട് ഇപ്പോൾ ചാനലുകളൊക്കെ നോക്കുകയാണെങ്കിൽ പ്രമുഖ ചാനലുകളാണ് പ്രത്യേകിച്ച് ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അവിടെ നെറ്റ്വർക്കോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവരെ ഈ കൊട്ടയും പട്ടിയൊക്കെ എടുത്തുകൊണ്ട് അവിടെ വന്ന് ഷൂട്ട് ചെയ്യുന്നതാണ്. പക്ഷേ അവരാ വിഷമം കഥയുമായി സ്കെച്ച് ചെയ്ത് നമ്മളിലേക്ക് ഇമോഷണൽ ആക്കിയിട്ട് സത്യം പറഞ്ഞാൽ ഒരു ദുരന്തം ഉണ്ടായ സ്ഥലത്ത് ആ ദുരന്തം ആഘോഷിക്കുകയാണ് എന്നാണ് അതിനെപ്പറ്റി പറയാൻ പറ്റുക. ചില ആളുകൾ അവിടെ വന്നിട്ട് അതൊരു സെൽഫി എടുക്കുന്നു, ഫോട്ടോ എടുക്കുന്നു, അല്ലെങ്കിൽ ഈ പണം കൈമാറുന്നത് ഫോട്ടോ എടുക്കുന്നു. ഈ പണം കൈമാറുന്നത് ഫോട്ടോ എടുത്തിട്ട് ഇതൊക്കെ ഒരു PR വർക്കാക്കി മാറ്റുക എന്നൊക്കെ പറയുമ്പോൾ വളരെ മോശമാണ്. സത്യം പറഞ്ഞാൽ ആ മനുഷ്യർ മറ്റൊരു ഗതിയും പരഗതിയും ഇല്ലാത്തതുകൊണ്ടാണ് ഈ ഒരു അവസ്ഥയിൽ എത്തിപ്പെട്ടിട്ട് പിന്നീട് എനിക്ക് തോന്നുന്നു വലിയ വലിയ പണക്കാർ പോലും ഒന്നുമല്ലാത്ത അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. പല ആളുകളുടെയും ഐഡൻറ്റിറ്റി പോലും എന്താണെന്ന് അവർക്കറിയില്ല. പലരുടെയും അവസ്ഥ ഇതാണ്. ഇനി മറ്റൊരു ഘട്ടമെന്ന് പറയുകയാണെങ്കിൽ ഞാൻ മുന്നൊരു വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ ഏകദേശം 1160 കോടിയോളം നിലവിലുണ്ട്. ഇപ്പോഴത്തെ സമയത്ത് എത്ര പണം ഉണ്ടെന്ന് അറിയില്ല. പക്ഷേ ആ ഒരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ പണം എത്രയും പെട്ടെന്ന്, കാരണം ഏകദേശം ഒരു 500 കുടുംബമാണ് അവിടെ ഉള്ളത്. ഓരോ കുടുംബത്തിനും ഒരു 50 ലക്ഷം വെച്ച് കൊടുത്താൽ തീരാവുന്ന വിഷയമേ അവിടെ ഉള്ളൂ. ഇതൊന്നും ഇങ്ങനെ വലിച്ചു നീട്ടി അവരെ വീണ്ടും അഭയാർത്ഥി ക്യാമ്പുകളിൽ ഇങ്ങനെ നിർത്തിയിട്ട് ഇതേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ അവിടെ വന്നിട്ട് കുറേ ആളുകൾ അത് കണ്ടൻ്റ് ആക്കണ്. ഇതൊക്കെ ഇങ്ങനെ ദിനേന ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ എന്നോട് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു വയനാട്ടിൽ പോയിട്ട് കുറച്ച് കണ്ടൻറ്റൊക്കെ എടുത്തുകൂടെ എന്ന്. സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഒരു കണ്ടൻറ്റ് എടുക്കാൻ ഞാൻ ആഗ്രഹിക്കാറില്ല. പക്ഷേ പലപ്പോഴും നമ്മൾ യാഥാർത്ഥ്യങ്ങൾ ഇത്തരം BGM ഒന്നും ഇടാതെ ജനങ്ങളെ മുന്നിൽ എത്തിക്കാനാണ് നോക്കേണ്ടത്. യാഥാർത്ഥ്യങ്ങൾ ഷൂട്ട് ചെയ്യുന്ന ഒരുപാട്, ഇതിൽ ഏറ്റവും കൂടുതൽ വിമർശിക്കേണ്ടത് പൊതുവെ നമ്മളെ പ്രമുഖ ചാനലുകൾ തന്നെയാണ്. ഇവരാണ് ഈ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല അതേസമയം കുറേ സംഘടനകളും ഇത്തരം കളികൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാലോ ഒരു പ്രതിഫലവും ദൈവത്തിൻ്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് പണിയെടുക്കുന്ന ചില നല്ല സംഘടനകളുണ്ട്. ചില ആളുകളൊക്കെ മുൻ ദിവസം അന്ന് പോയിട്ട് പ്രിൻ്റ് ചെയ്ത് റെഡിയാക്കി വെച്ച് കൊണ്ടുവന്നിട്ട് അതിന് വേണ്ടിയിട്ട് നിൽക്കുന്നവരുണ്ട്. ചില കാര്യങ്ങൾ നമ്മൾ പറയേണ്ടിടത്ത് പറയാത്തത് കൊണ്ടാണ് സമൂഹത്തിൽ ഇങ്ങനെയൊക്കെ ആയി മാറുന്നത്. ഇത് ദുരന്തം വിറ്റ് ജീവിക്കുന്ന കുറേ മനുഷ്യർ. ഇത് തന്നെ ആയാലും ഇതൊക്കെ ദുരന്തം വിറ്റ് ജീവിക്കുക എന്ന് തന്നെ ഇതിനെ പറയാം. എത്ര നമ്മളിപ്പോൾ ഇങ്ങനെയൊക്കെ ഇതിങ്ങനെ ചെയ്യുന്നവരെ മാത്രം പ്രൊമോട്ട് ചെയ്തിട്ട് അവർ നന്മ ചെയ്യുന്നു എന്നൊക്കെ വീഡിയോസിലൂടെ മാത്രം ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുമ്പോഴേ അവരോട് ചോദിച്ചാൽ അത് പറയും അത് മറ്റുള്ളവർക്ക് ഇൻസ്പയർ ആവാൻ വേണ്ടിയിട്ടാണെന്ന്. ഓക്കെ, സമ്മതിച്ചു. നമ്മൾ ചിന്തിക്കണം ഒരു കാര്യം. ഒരു വളരെ സന്തോഷത്തോടെ മറ്റൊരാൾക്ക് ഉപകാരം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു വീഡിയോസിലോ അല്ലെങ്കിൽ ഇത്തരത്തിലൊന്നും വരാത്ത എത്ര മനുഷ്യരുണ്ട്. അവരൊക്കെ നമ്മൾ അറിയാറുണ്ടോ? സത്യം പറഞ്ഞാൽ അവരൊന്നും ആഗ്രഹിക്കുന്നില്ല.
മറ്റൊരാൾ അവരൊരു നന്മ ചെയ്യുന്നത് മറ്റൊരാൾ അറിയണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഇന്ന് പ്രമുഖമായിട്ടുള്ള പല ആളുകളും ഒരു നന്മ ചെയ്യുമ്പോൾ പറയുന്നത് ഇത് മറ്റൊരാൾക്ക് മോട്ടിവേഷൻ ആവാൻ വേണ്ടിയിട്ടാണ് എന്നാണ് പറയുന്നത്. മോട്ടിവേഷൻ ആവാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് പലരും ഇത് മുതലെടുപ്പ് നടത്തുന്നുണ്ട്. ഇതിൽ ഇപ്പം ആ വ്യക്തിയുടെ ഫോട്ടോ എടുത്തിട്ട് ഇത് പ്രദർശിപ്പിക്കും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, അവർക്കുമുണ്ട് ഒരു അഭിമാനം. നമ്മൾ ചിന്തിക്കണം, അവർക്ക് വേണ്ടിയിട്ട് നൽകി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഗതിയും പരഗതിയും ഇല്ലാത്തതുകൊണ്ടാണ് ഈ സാഹചര്യത്തിൽ അവരതിന് മുന്നിൽ വന്ന് നിൽക്കേണ്ട ഒരു അവസ്ഥ. ആ ഫോട്ടോക്ക് പോസ് ചെയ്ത് ഞങ്ങൾ ഇന്ന ആൾക്ക് ഇത് കൊടുത്ത് പല സംഘടനകളും പല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പലപ്പോഴും ഇതൊക്കെ വീഡിയോയിൽ വന്നിട്ട് ഞങ്ങൾ ഇന്നത് ചെയ്യുന്നുണ്ട്, ഇത് ചെയ്തിട്ട് കണ്ടോ, ഈ ഫോട്ടോ കണ്ടോ, ഇത് ജനങ്ങളുടെ മുന്നിൽ വലിയ പ്രദർശനം നടത്തുക. പക്ഷേ അത് നിങ്ങൾ ഈ ഫോട്ടോ എടുത്തോളൂ, പക്ഷേ അതൊരിക്കലും നമ്മളൊരു വോട്ട് ബാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു തന്ത്രമാക്കി മാറ്റരുത് എന്നുള്ളതാണ് എനിക്ക് കൂടുതലായിട്ടും പറയാനുള്ളത്. ആളുകളുടെ സത്യസന്ധമായിട്ടുള്ള മനസ്സ് കൈയടക്കിയിട്ട് വോട്ട് ബാങ്കാക്കി മാറ്റുന്ന സ്വഭാവം അത് വളരെ മോശമാണ്. ചില സംഘടനകളൊക്കെ അത്തരത്തിലാണ്. ചില സംഘടനകൾ ആളെ കൂട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പരിപാടികളുണ്ട്. പക്ഷേ നമ്മൾ സത്യസന്ധമായിട്ട് നമ്മൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് വേണമെങ്കിൽ രേഖപ്പെടുത്തി വെക്കാം. മറ്റുള്ള ഒരുപാട് ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ട് എന്തിനാണ് ഇതിനൊക്കെ ആവശ്യം? ചിലപ്പോൾ ഒരു പക്ഷേ ഇത്രയൊക്കെ ഫണ്ടുള്ള ഒരു സംഘടന ആണെങ്കിൽ ഒരു ഓഡിറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ഒരു ഓഡിറ്റിങ്ങിന് വിധേയമാക്കുന്ന സമയത്ത് രേഖയുണ്ടോ എന്ന് സമയത്ത് കാണിച്ചു കൊടുക്കുക. എന്തിനാണ്? ഇതൊക്കെ വളരെ മോശമാണ്. നമുക്ക് മറ്റുള്ളവർക്ക് മോട്ടിവേഷൻ ആവാനും വേണ്ടിയിട്ടാണെന്നൊക്കെ പറയുമ്പോഴും ഇവിടെയൊക്കെ നമ്മളെ ഒരു മൈലേജ് മാത്രമാണ് അവിടെയൊക്കെ ചിന്തിക്കുന്നത്. പല രാഷ്ട്രീയ പാർട്ടികളും പല പാർട്ടികളുടെയൊക്കെ ചിന്താഗതി ഇത്ര മാത്രമാണ്. പക്ഷേ നമുക്ക് എല്ലാവരെയും ആ ഗണത്തിൽ പെടുത്താൻ പറ്റില്ല. അങ്ങനെ ചില മനുഷ്യരുണ്ട്. ഏതായാലും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെ കമൻറ്റ് ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോസുമായി കൊണ്ട് കാണാം.